ജഗദ്ഗുരു ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാമയോധ്യാമാടീവം കിത്തികിച്ചാത്തതായതാസുഖം കൃഷ്ണായ ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാമയോധ്യാമാടീവം കിത്തികിച്ചാത്തതായതാസുഖം ഓം ശ്രീകൃഷ്ണായ ചിത്രബ്രഹ്മ സർവനമസ്കർമ്മങ്ങൾ ചുടലേക്ഷി വാഗേക്ഷി സ്വാഹ 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 ഓം ജഗദ്ഗുരു ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ സ്വാഹ. എന്തോ ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ. അർപ്പണേ സ്വാഹ. കൈനീട്ടു. കൈനീട്ടു. കൈനീട്ടാൻ ജഗന്യന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പമാവട്ടെ എളുപ്പമാവട്ടെ. നിർത്തൂ. ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും. അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മം എറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും. അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടൂ. ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. വത്സ, ഉണ്ണികൃഷ്ണ, നീ ഭസ്മം അറിയൂ. ഹിന്ദുവിന്റെ ഓം ശാന്തി ശാന്തി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ, നാലായി പിരിഞ്ഞുടനെ, അഞ്ചായി പിരിഞ്ഞുടനെ, ആറായി പിരിഞ്ഞുടനെ, ഏഴായി പിരിഞ്ഞുടനെ, എട്ടായി പിരിഞ്ഞുടനെ, 9ആയി പിരിഞ്ഞുടനെ. വത്സ കുഞ്ഞികൃഷ്ണാനന്ദ്. ഇതെന്റെ ഗുരു ബ്രഹ്മർഷി പരമാനന്ദ ഗുരു. ഇദ്ദേഹത്തെക്കാൾ കേമനായി മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല. സ്വാമിൻ, ഈ അബലയെ രക്ഷിക്കൂ. നോവേറ്റിരിക്കുന്നു വത്സ. ഭഗവാനേ, ഏത് പമ്പര വിട്ടിയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന്? ഈ കുഞ്ഞിന് ഭ്രാന്തില്ല. പിന്നെ ഇവൾക്കെന്താ ജലദോഷപ്പനിയാണോ? എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല. ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ്. ചണ്ടാല ഭിക്ഷുകി. അവൾ ഇറക്കി വിട്ടാ മതി. ഇറക്കി വിടാൻ നമുക്കറിയാം ശിഷ്യ. ഓം ഭൈരവി. മാറി നിൽക്കൂ. എനിക്കൊരു രഹസ്യമന്ത്രം ഉപദേശിക്കാനുണ്ട്. എന്റെ ഭ്രാന്ത് മാറി എന്നത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ഉരിച്ചുകളയും. കയളഹ്രീം ബീജം സഹളഹ്രീം ശക്തി അസഹളഹ്രീം കീലകം മഹാത്രിപുര സുന്ദരി പ്രസാദേ. ദുർഭൂതമേ, ചണ്ടാല ഭിക്ഷുകി, ഒഴിഞ്ഞുപോ, 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 ഒഴിഞ്ഞുപോ. ഒഴിയില്ലല്ലേ? ഒഴിയില്ലല്ലേ? കാണിക്കരുത്. നിന്നെ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഹേ ദുർമൂർത്തെ, ചണ്ടാല ഭിക്ഷുകി, നിന്നെ നാം വെട്ടിക്കരി കണ്ടതുണ്ടമാക്കാൻ പോവുകയാണ്. ചാക്കോ, കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ വെട്ടി ഞാൻ കണ്ടം തൂട്ടമാക്കും. ഒന്നിനും മടിക്കാത്തവനാണ് ഞാൻ.
ഭൂമി ബാധയെ വെട്ടിക്കീറി പുറത്തിയടിക്കാൻ പോവുകയാണ്. ആരും ഞെട്ടണ്ട. ദേഹത്ത് മുറിവുകൾ ഉള്ളതായി തോന്നും, രക്തം വാർന്നൊലിക്കുന്നതായി തോന്നും. പതറരുത്, ഭയക്കരുത്. ഒന്നും യഥാർത്ഥമല്ല. മുറിവേൽക്കുക ബാധയ്ക്ക് മാത്രമാണ്. 1 മുതൽ 5 വരെ എണ്ണം. അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാലഭിക്ഷകി നിന്റെ അന്ത്യമാണ്. എടാ, ഇവൻ കള്ളനാണ്. ഇവനെ പിടിച്ച് കെട്ട്. ആഹാ, ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇവൻ ചണ്ടാലഭിക്ഷകയുടെ സേവകനാണ്. രക്ഷിക്കാനല്ല, ഇവൻ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ച് കെട്ട്. എടാ, നിന്നെ ഞാൻ വിടൂ. നമ്മ വിടൂ. 1, 2, 3, 4, 5. ഓം ഭുവനേശ്വരി. ഇവളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തുകൊണ്ട് ഭ്രാന്തില്ല. ഭ്രാന്ത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞിട്ട്. ഇനി മതി, എല്ലാം ഇന്നത്തോടെ തീരണം. എടാ, അടുക്കരുത്. അമ്മാവന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളന്മാർക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്കറിയോ, ഇവൾ ഇവിടെ കിടന്ന് ഈ അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയാ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ ആ കഴിവ് പോരാ. വിടറാ. ഈ ആണത്തെ നീ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു ഉണ്ണി. നല്ലവനായ ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ആ വരവ് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി. മറ്റൊന്നുമല്ല, വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടെ. ഞാനൊരു പോലീസുകാരനാണേ. എടാ ചാക്കോ, എടാ ചാക്കോ, ഗജ ഫ്രോഡ്. മിസ്റ്റർ കുഞ്ഞീഷ്ണൻ, ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഖ്യവും ജലൂസിലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത്. മനസ്സിലായോ? ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കുഞ്ഞീഷ, കരിക്ക് കൊണ്ടുവരാ. കുടിക്ക കുടിക്ക. വരാ വരാ.